ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാം ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പാം ഓയിലിൻ്റെ കവറൊക്കെ വെറുതെ കളയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ കാലിയായിട്ടുള്ള ഓയിൽ കവർ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ച് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതാ ഒരു ഓയിൽ കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കവറിൻ്റെ 3 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ കവറിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കവറിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് 2 പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ കവറിൻ്റെ സൈഡിലുള്ള ഈ ഒരു 2 ഭാഗം ഉണ്ടല്ലോ, ഇതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ള് ഓപ്പൺ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കൊരു കവർ 4 പീസായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അതാ എനിക്ക് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിലെ പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടിയിലെ പോർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 വശവും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ രണ്ടാമത്തെ വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഒരു പീസ് നമ്മൾ ചെയ്തെടുത്തില്ല, അതേപോലെ തന്നെ ഉൾവശത്തൂടെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് 2 പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരൊറ്റ കവർ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കത്രികയിൽ അത്യാവശ്യം ഓയിലൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ എനിക്കൊരു കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ടൈലറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കത്രികകൾ കുറച്ച് കാലം കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ച് അതിന് കളറൊക്കെ മങ്ങി നന്നായിട്ട് ടൈറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 1 പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടേക്ക് എനിക്ക് നന്നായിട്ട് തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ആ ഒരു വശത്തെല്ലാം ഞാനിതുപോലെ ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. വെറുതെ നമ്മൾ നല്ല ഫ്രഷ് ഓയിൽ യൂസ് ചെയ്യാതെ ഇതുപോലെ കവറുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഓയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും മാത്രമല്ല വെറുതെ കളയുന്ന ഈ ഒരു കവർ വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ട് താനും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ആ ഒരു വശത്തുള്ള കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തുടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആ കറയൊക്കെ ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഷീറ്റിൽ നന്നായിട്ട് തന്നെ ആ ഒരു അഴുക്ക് ആ കത്രികയിലുണ്ടായിരുന്ന കറയും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് ഇളകി കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റേ സൈഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെയും ആ ഒരു വശത്ത് നന്നായിട്ട് തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഓയിൽ കവർ വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു വശത്തുള്ള തുരുമ്പെല്ലാം എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഷീറ്റിൽ നന്നായിട്ട് തന്നെ തുരുമ്പും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല തുരുമ്പും ആ കറയൊക്കെ ഇളകി കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് കത്രിക നന്നായിട്ട് തന്നെ ലൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഓയിലൊക്കെ നാക്കി കൊടുത്തതിന് ശേഷം. അതിന് ശേഷം എനിക്ക് കത്രിക വളരെ ആ ഒരു ടൈറ്റൊക്കെ പോയി നല്ലപോലെ ലൂസായി കിട്ടിയിട്ടുണ്ട്, നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു വശത്തൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല പോലെ നീങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്ത് നന്നായിട്ട് തുരുമ്പുണ്ടായിരുന്നു, അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി കാലിയായിട്ടുള്ള ഓയിൽ കവറൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കത്രികയുടെ തുരുമ്പൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒട്ടും സമയം കളയാതെ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകൾ, മരത്തിൻ്റെ തവികൾ, പപ്പടക്കോലുകളെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പപ്പടമൊക്കെ പൊരിക്കുന്നതുകൊണ്ട് തന്നെ പപ്പടക്കോലിൽ കഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഇതേപോലെ ഒരു ഓയിൽ കവറിൻ്റെ പീസ് വെച്ചിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ലപോലെ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 2 പീസാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇനി 3ാമത്തെ പീസ് വെച്ചിട്ട് ഞാൻ ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത് കത്തിയാണ്. കത്തിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള കത്തിയാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ അതിൽ തുരുമ്പൊക്കെ കയറിയിട്ട് കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പീസ് ഓയിലിൻ്റെ കവറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ നാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു ഓയിൽ പീസിൽ കളർ തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. തുരുമ്പിൻ്റെയും കറയുടെയൊക്കെ കളർ നന്നായിട്ട് തന്നെ ആ ഒരു ഷീറ്റിലേക്ക് വന്നു ചേരുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കത്തിയുടെ 2 സൈഡും മാറി മാറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും എനിക്ക് ആ ഒരു കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്.
കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു പീസ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ എനിക്ക് കത്തി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് നല്ല പോലെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിടിയുടെ കളറായാലും കത്തിയുടെ കളറായാലും നല്ല രീതിയിൽ തന്നെ എനിക്ക് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കറയൊക്കെ പോയി നല്ല പോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ തുരുമ്പ് പിടിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതേപോലെയുള്ള ഓയിൽ കവർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്ര തുരുമ്പിടിച്ച കത്തിയാലും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കത്തി ഞാൻ ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 കത്തി എനിക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ആ ഒരു ഓയിലൊക്കെ ആക്കി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് പെട്ടെന്നൊന്നും അതിലേക്ക് തുരുമ്പ് കയറില്ല. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മരത്തിൻ്റെ തവിയും മരത്തിൻ്റെ ചട്ടകമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ അതിലേക്ക് ഒരു തവിയിലൊക്കെ പൂപ്പൽ വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു കളറൊക്കെ നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഒട്ടും അതിലേക്ക് പൂപ്പൽ വരികയില്ല. എന്നും പുതുപുത്തനായിട്ട് നമുക്ക് നമ്മുടെ തവികളൊക്കെ കീപ്പ് ചെയ്യാനും പറ്റും. ഇപ്പം ഞാനിതാ ഈ ഒരു തവി തുടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് നന്നായിട്ട് തന്നെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ചട്ടവും കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓയിൽ പീസിലെ എണ്ണ പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ഓയിൽ കവർ എടുത്തിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ചട്ടകം എനിക്ക് നല്ലപോലെ തന്നെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഓയിലൊക്കെ ഉപയോഗിച്ച് കാലിയാവുന്ന കവർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഗ്ലേസിങ് ആയിട്ട് നമുക്ക് പുതുപുത്തനായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള 4 പീസ് വെച്ചിട്ടാണ് ഇത്രയും ഐഡിയാസ് കാണിച്ചിട്ടുള്ളത്. വീണ്ടും ഞാൻ കാലിയായിട്ടുള്ള ഒരു ഓയിൽ കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു 3 വശം ഒന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനത് അതിൻ്റെ ഈ ഒരു ടോപ്പ് വശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ 3ാമത്തെ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. പാചകത്തിനൊക്കെ ആയിട്ട് മൺചട്ടികളും മൺകലങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി ഞാനിത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് മൺചട്ടിയാണ്. നമ്മൾ മൺചട്ടിയൊക്കെ കഴുകി കമത്തുന്ന സമയത്ത് പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ പൂപ്പൽ വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴുകി വെച്ച ആ ഒരു വെള്ളം വാർന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് ഓയിലാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ ചട്ടി എടുക്കുന്ന സമയത്തായാലും ഒട്ടും പൂപ്പലുണ്ടാവില്ല കേട്ടോ. മാത്രമല്ല നമ്മളെ ചട്ടി അടിയിലൊന്നും പിടിക്കാതെ നല്ല പോലെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. എന്നും നമ്മുടെ മൺചട്ടി നല്ലപോലെ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടക്കാച്ചി ടിപ്പാണിത്. അപ്പോൾ ഇനി അടുത്ത ഐഡിയാസിലോട്ട് പോവാം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഞാൻ ഞങ്ങളുടെ വർക്ക് ഏരിയയിലുള്ള ഒരു വാതിലാണ് കേട്ടത്. ഇതിൻ്റെ ഈ ഓടാമ്പലുണ്ടല്ലോ ക്ലോസ് ചെയ്യാനൊക്കെ നല്ല പാടാണ്. ഇപ്പോൾ തുരുമ്പൊക്കെ കയറിയിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഓടാമ്പലേക്ക് ഉണ്ടെങ്കിൽ കാലിയായിട്ടുള്ള ഓയിൽ കവർ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഓയിൽ കവർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിത് പെട്ടെന്ന് തന്നെ അടക്കാനും പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ വലിച്ചെറിയുന്ന കാലിയായിട്ടുള്ള ഓയിൽ കവർ വെച്ചിട്ട് ഞാൻ ഈ ഷെയർ ചെയ്തിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.